ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികളെങ്കിലും പ്ലസ് ടുവിൻ്റെ റിസൾട്ടിൻ്റെ പേഴ്സൻറ്റേജൊക്കെ നോക്കിയിട്ടുണ്ടാവും. അത് ബേസിലായിരിക്കും നമ്മൾ ഡിഗ്രീൻ്റെ അഡ്മിഷനൊക്കെ വരുന്നത്. കുറച്ച് പേരെങ്കിലും പേഴ്സൻറ്റേജ് നോക്കാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ആയിക്കോട്ടെ, കൊമേഴ്സ്, സയൻസോ ഏതും ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയ ഓരോ സബ്ജക്റ്റിനും ടോട്ടൽ കിട്ടിയ മാർക്ക് ഗ്രാൻഡ് ടോട്ടലിലെ ലാസ്റ്റ് ഫൈനൽ കോളത്തിലെ ടോട്ടൽ എന്നുള്ള മാർക്ക് ടോട്ടലായിട്ട് കൂട്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റുകളുണ്ടോ അത്രയും സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷ്, ED, ഓർഗാനിക്, ഗ്രോവോ. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എത്ര സബ്ജക്റ്റ് ആണോ അതിൻ്റെ എല്ലാം മാർക്കാണ് എടുക്കേണ്ടത്. 180, ED 195, ഓർഗാനിക് ഗ്രോവർ 192, ഫിസിക്സ് 181, കെമിസ്ട്രി 180, ബയോളജി 180. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോട്ടൽ മാർക്കുകൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഈ ടോട്ടൽ മാർക്കുകൾ ആഡ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ സബ്ജക്റ്റിന് കിട്ടിയ എല്ലാ മാർക്കും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. ഇവിടെ 1108 എന്നാണ് കിട്ടുക. ആ 1108നെ നമുക്ക് പേഴ്സൻറ്റേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കണം. അതായത് 1108നെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇങ്ങനൊരു വാല്യൂ കിട്ടും. അതിനെ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ടോട്ടൽ മാർക്ക് വരുന്നത് 1200ലാണ്. ഈ വാല്യൂവിനെ നമ്മൾ 1200 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് ആയിട്ട് വരാം. അപ്പോൾ വീഡിയോയിൽ എങ്ങനെ പേഴ്സൻറ്റേജ് കാണാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനു മുമ്പ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ചാനൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്.